ബ്രാൻഡഡ് ആയിട്ടുള്ള റെയിൻകോട്ട് ഹാർപ്പിക്കിന്റെ പരസ്യം പോലെയാണ്. 99.99% അണുക്കളെ കൊല്ലാൻ ഹാർപ്പിക്കിന് സാധിക്കും. 0.1% അണുക്കളെ കൊല്ലാൻ ഹാർപ്പിക്കിന് സാധിക്കില്ല. ആ 0.1% അണുക്കളിലാണ് എല്ലാ കാര്യം ഇരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെയാണ് നമ്മുടെ റെയിൻകോട്ട്. 99.99% വെള്ളത്തെയും നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള റെയിൻകോട്ട് തടയും. 0.1% വെള്ളത്തെ തടയാൻ നമ്മുടെ റെയിൻകോട്ടിന് സാധിക്കില്ല. ഞാൻ ദിവസവും 50 കിലോമീറ്റർ എടുത്ത് ബൈക്കിന് യാത്ര ചെയ്താണ് ഞാൻ ഓഫീസിൽ പോകുന്നത്. ആ ഓഫീസാണെങ്കിൽ AC ആണ്. അപ്പൊ ഈ 0.1% വെള്ളം എന്ന് പറഞ്ഞാൽ എന്തേരം ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ ബട്ടൺസ് തൊട്ട് നമ്മുടെ ഷഡ്ഡി വരെ നനച്ചു കളയും ഈ 0.1% വെള്ളത്തില്. അപ്പം AC ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഇങ്ങനെ നനഞ്ഞ ഒരു ഷർട്ടും പാന്റുമായിട്ട് നമുക്ക് കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ലോ. അപ്പൊ ഞാൻ എന്താണ് ഈ നനയാതെ പോകുന്നതിന് വേണ്ടി ഈ റെയിൻകോട്ട് ഇട്ട് നനയാതെ ബൈക്ക് ഓടിച്ച് എങ്ങനെ പോകാന്നുള്ളതാണ് ഞാൻ കാണിച്ച കാര്യം. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന കേട്ടോ. അതിന് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് നമ്മുടെ 100 രൂപയുടെ റെയിൻകോട്ട്. 100 രൂപ റെയിൻകോട്ട് എല്ലാവരും ധരിക്കുന്ന പോലെയല്ല ഞാൻ ധരിച്ചുകൊണ്ട് പോണേ. ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് ആ റെയിൻകോട്ട് ഇടുന്നത്. കാരണം എല്ലാവരും 100 രൂപയുടെ റെയിൻകോട്ട് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള റെയിൻകോട്ടിന്റെ മുകളിൽ, അല്ലെങ്കിൽ ചുമ്മാ ഒരു പാൻറ്റും എടുത്തിട്ട് സാധാ ഷർട്ടിന്റെ മുകളിലേക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ 100 രൂപയുടെ റെയിൻകോട്ട് ഇട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ഈ 100 രൂപ റെയിൻകോട്ടിന് യാതൊരുവിധ അനുസരണ ഇല്ലാത്തൊരു റെയിൻകോട്ടാണ് 100 രൂപയുടെ റെയിൻകോട്ട്. കാരണം അത് ഒരു കാറ്റ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അങ്ങ് ഓടിച്ചിട്ട് സ്പീഡായി കഴിയുമ്പോഴേക്കും ഏകദേശം ഈ തവള പാണ്ടി വണ്ടി കയറുമ്പം മസിൽ പിടിച്ചിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ 100 രൂപ റെയിൻകോട്ട് എത്തും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ വീട്ടിലൊക്കെ എലി ഒക്കെ ഈ മച്ചക്കൂടെ കയറി പോകും, മച്ചല്ല ഈ കോടി കൂടെ കയറി എലി കരികരയും പേപ്പറൊക്കെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കരകര ഒച്ച കേൾക്കില്ലേ, ആ കരകര ഒച്ചയാണ് ഈ 100 രൂപയുടെ കോട്ടിട്ട് കഴിയുമ്പോൾ ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പലരും ഈ 100 രൂപയുടെ റെയിൻകോട്ടാന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഒരു ബ്രാൻഡ് ഫീൽ ചെയ്യില്ലല്ലോ. അങ്ങനെ ഓർത്തുകൊണ്ട് പലരും ഈ 100 രൂപയുടെ റെയിൻകോട്ട് ഒഴിവാക്കുന്നുണ്ട്. എന്നാ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ 100 രൂപയുടെ റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ബനിയൻ ഇടുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ റെയിൻകോട്ടിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ 100 രൂപയുടെ റെയിൻകോട്ടിന്റെ ആ ക്യാപ്പ് വരുന്ന ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഷർട്ടിന്റെ മുകളിലേക്ക് ഈ 100 രൂപയുടെ റെയിൻകോട്ട് അങ്ങിടും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, 100 രൂപയുടെ റെയിൻകോട്ടിന് യാതൊരുവിധ അനുസരണയില്ല. ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള റെയിൻകോട്ടിന് അത്യാവശ്യം അനുസരണയുള്ളവനാണ് അവൻ ഇച്ചിരി കാശ് കൊടുത്തേക്കുന്നതാണല്ലോ, നമ്മൾ കാശ് കൊടുത്ത് ചിക്കിളി കൊടുത്ത് മേടിച്ചേക്കുന്നതാണല്ലോ. അപ്പൊ അവൻ കുറച്ചൊക്കെ അനുസരണം കാണിക്കും. അപ്പം നമ്മൾ തന്നെ കാണിക്കും ഈ അനുസരണ ഇല്ലാത്തവരെ നമ്മൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ റെയിൻകോട്ടിട്ട് മുകളിലിട്ട് നമ്മൾ അവനെ അനുസരണ പഠിപ്പിക്കുകയാണ്. ആനനെ നമ്മൾ ചട്ടം പഠിപ്പിക്കില്ലേ, ആ രീതിയിലാണ് നമ്മൾ ഈ റെയിൻകോട്ടിനെ നമ്മൾ ഇടുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാറ്റ് പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള റെയിൻകോട്ടിന് കാറ്റ് പിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ എയർ കയറി ഇങ്ങനെ വീർത്തിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. ആ രീതിയിലാണ് അതിന്റെ ഡിസൈൻ. അപ്പൊ അതുപോലെ നമ്മൾ ഇടും. അത് കഴിയുമ്പോൾ ഈ 100 രൂപയുടെ റെയിൻകോട്ട് ഏകദേശം നമ്മുടെ പണ്ട് 1990-നും 80-നും ഇടയ്ക്കൊക്കെ ജനിച്ച ആൾക്കാർ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാ, നമ്മളൊരു ചെറിയ മുട്ടിന്റെ ഇതിനേക്കാളും കുറഞ്ഞ രീതിയിലുള്ള ഒരു നിക്കറിട്ടുണ്ടല്ലേ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ആ രീതിയിലേക്ക് നമ്മുടെ 100 രൂപയുടെ റെയിൻകോട്ട് എത്തും. ആ 100 രൂപ റെയിൻകോട്ട് എത്തി കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ ബൈക്കിലേക്ക് കയറി ഇരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബൈക്കിലേക്ക് കയറി ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ റെയിൻകോട്ട് ആ നിക്കറിന്റെ എഫക്റ്റിലേക്ക് ആ റെയിൻകോട്ട് അങ്ങ് എത്തും. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം വരെ നമ്മുടെ ഈ റെയിൻകോട്ടിന്റെ ഉള്ളിലേക്കോ ആ പാന്റിന്റെ അങ്ങോട്ടോ കയറില്ല. അപ്പം നമുക്ക് ഒരു തുള്ളി വെള്ളം വരെ നനയാതെ കയറാതെ നമുക്ക് ചെല്ലാന്നുള്ളതാണ് ഈ രീതിയിൽ നമ്മൾ റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം. നമ്മൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ളതിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഷർട്ടിന്റെ മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ 100 രൂപയുടെ റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാറ്റ് പിടിച്ച് പോണ പോലെ ഇരിക്കും. അല്ലെങ്കിൽ ടോറസ് ലോറിയൊക്കെ
ചീറി പാഞ്ഞു പോവുകയാണെങ്കിലോ അതിനും കാറ്റ് പിടിക്കും. ആ രീതിയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ വരും. പക്ഷെ ഈ രീതി നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പൊ ഇതിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള റെയിൻ കോട്ടിനകത്ത് പിന്നെ തുളയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഈ 100 രൂപക്കാരനെ നമുക്ക് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ളവനെ കൊണ്ടൊന്ന് അനുസരണ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ 100 രൂപയുടെ റെയിൻകോട്ടിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി ക്യാഷ് വില കൂടുതലുള്ള റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം. ഇതുപോലെ ഞാൻ ഇതിൻ്റെ 2-3 അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് നല്ല അടിപൊളി മഴയാണ് ഇവിടെ പെയ്യുന്നത്. ആ സമയത്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ നോക്കണം, ഞാൻ ഈ റെയിൻകോട്ടിൽ വന്നിറങ്ങിയിട്ട് ഞാൻ ഈ റെയിൻകോട്ട് ഊരി കഴിയുമ്പോൾ ഒരു തുള്ളി വെള്ളം വരെ നനഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സ്ഥിരം 50 കിലോമീറ്റർ എടുത്ത് യാത്ര ചെയ്യുന്ന ഒരാളായ ആ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നാണെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെക്കുക. നിങ്ങളുടെ അത് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകുക. അത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഉപകാരപ്രദമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.